കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം 2025-26 അധ്യയന വർഷത്തെ ജില്ലാതല പ്രവേശനോത്സവം ജൂൺ 2-ന് 10 മണിക്ക് പുത്തൂർ GVHSS ഹൈസ്കൂൾ അങ്കണത്തിൽ നടന്നു. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. DEO രോഹിത് നന്ദകുമാർ സ്വാഗതം പറഞ്ഞു. NJ ബിനോയ് പദ്ധതി വിശദീകരണം നടത്തി. വിശിഷ്ടാതിഥിയായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖരും പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരും അധ്യാപകരും സന്നിഹിതരായി. പ്രതീക്ഷകളുടെയും മനോഹര സ്വപ്നങ്ങളുടെയും അകമ്പടിയോടെ വിജ്ഞാനത്തിന്റെ പടവുകൾ തേടിയുള്ള ജൈത്രയാത്രയിൽ ഒരു പുതിയ അധ്യയന വർഷം കൂടി. പ്രകൃതിയുടെ മൺസൂൺ കാലത്തിലേക്ക് വർണ്ണകുടകൾ ചൂടിയുള്ള കുരുന്നുകളുടെ വരവിനായി വിദ്യാലയങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. കളികളും പൊട്ടിച്ചിരികളും കുസൃതികളും കൊണ്ട് നിറയാൻ വിദ്യാലയങ്ങൾ തന്റെ കുരുന്നുകളെ അക്ഷമയോടെ കാത്തിരിക്കുന്നു. ഈ വർഷത്തെ തൃശൂർ ജില്ലാ പ്രവേശനോത്സവം അതിഗംഭീരമായി നടപ്പാക്കി. പുത്തൂർ സെന്ററിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയോടുകൂടി വിദ്യാഭ്യാസ പ്രവേശനോത്സവം ആരംഭം കുറിച്ചു. ചെണ്ടമേളവും തെയ്യക്കോലവും ഭരതനാട്യ നർത്തകിമാരും കളരിച്ചുവടും വിവിധ കലാ സാംസ്കാരിക പരിപാടികളുടെയും അകമ്പടിയോടുകൂടി സ്വാഗത ഗാനത്തോടുകൂടി നൃത്താവിഷ്കാരത്തോടെ വേദിയിലേക്ക് പ്രമുഖ വ്യക്തികളെ സ്വാഗതം ചെയ്തു. ഒന്നിച്ച് ഒന്നായി ഒന്നാവാം എന്ന മുദ്രാവാക്യം അർത്ഥവത്താവുന്നതായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ. 7 പ്രവൃത്തി ദിനങ്ങൾ 7 വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങണമെന്ന് തീരുമാനിക്കുന്നത്. വിദ്യാഭ്യാസം കേവലം പരീക്ഷയ്ക്ക് മാർക്കിന് വേണ്ടി കുട്ടികളെ പ്രേരിപ്പിക്കേണ്ട ഒരു അടിത്തറയല്ല. നമ്മുടെ സമൂഹത്തിൽ വിവേകത്തോടെയും വിവരത്തോടെയും വിജ്ഞാനത്തോടെയും വിവേചനത്തോടെ ഇടപെടാൻ കഴിയുന്ന, വിവേചന വിഹിതമായി ഇടപെടാൻ കഴിയുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാനുള്ള അടിസ്ഥാനപരമായ ധാരണയാണ് എന്ന് നാം തിരിച്ചറിയണം. അതാണ് നമ്മുടെ മലയാളത്തിന് വലിയ സമാനമായിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട് എന്ന് നാം അവരോട് പറയണം. പഞ്ചമിക്ക് ഭക്ഷണവും പഠിക്കാൻ അനുവാദമില്ലാത്ത പള്ളിക്കൂടത്തിന്റെ ജാതി വിവേചന കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ആകാശങ്ങൾക്കും സ്വപ്നങ്ങൾക്കും അതിരുകൾ ഇല്ലാത്ത മതനിരപേക്ഷതയുടെ ഈ വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ 9 വർഷക്കാലത്തിനിടയിൽ കേരളത്തിലെ ഗവൺമെന്റ് MLA ഫണ്ടും കൂടി ചെലവഴിച്ചിട്ടുള്ളത് 15 കോടി രൂപയാണ്. പുതിയതായി പണി കഴിച്ച ലോകത്തിന്റെ നെറുകയിലേക്ക് സമർപ്പിക്കാൻ പോകുന്ന വാതായനങ്ങൾ തുറക്കുമ്പോൾ അങ്ങോട്ട് ആയിരിക്കും നമ്മൾ എല്ലാവരും കൂടി, രക്ഷാകർത്താക്കളും കുട്ടികളും ഒക്കെ കൂടിയുള്ള അടുത്ത ഘോഷയാത്ര എന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ പുതുലോകം നിർമ്മിക്കാനുള്ള യാത്രയ്ക്കിടയിൽ നമ്മുടെ മക്കളെ ഹൃദയപൂർവ്വം ചേർത്ത് പിടിക്കുക. അപകടകരമായിട്ടുള്ള ഒറ്റപ്പെട്ടതെങ്കിലും വഴിമാറുന്ന ഒരു കാലത്ത് മക്കളെ ആരാക്കണമെന്ന ചോദ്യത്തിന് മുന്നിൽ രക്ഷാകർത്താക്കൾ ഒറ്റ മറുപടിയെ മക്കളെ ആരാകണമെന്ന ചോദ്യത്തിന് ശിരസ് ഉയർത്തിപ്പിടിച്ച് മറുപടി പറയണം. ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ മനുഷ്യരാക്കും എന്നതായിരിക്കണം മറുപടി എന്ന് വിനയപൂർവ്വം ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. മനുഷ്യരായ മക്കളോടൊപ്പം സ്വതന്ത്രമായി യാത്ര ചെയ്യാവുന്ന ഒരു കാലം മലയാളിക്ക് മുമ്പിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ പ്രവേശനോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് മന്ത്രി കെ രാജൻ പറഞ്ഞു.
നമോസ്തുതേ. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ കൊല്ലൂപ്പിൽ മണിമേഘങ്ങൾ വർണ്ണം വിതറിയ കാലം മായുന്നു. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ കൊല്ലൂപ്പിൽ മണിമേഘങ്ങൾ ായപ്പോൾ കേരള മണ്ണിൽ കതിരൊഴുകിയ കഥകൾ തലമുറ സ്വതന്ത്രഭൂമി ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുങ്ങും അവലോകത്തിൽ ശാരീരവാടിയ കവിതകളിൽ ഭൂമി ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൽ ശാരീരവാടിയ കവിതകളിൽ നമുക്കും അറിവിൽ കൊണ്ടുവരുന്ന സ്വപ്നച്ചിറകുകൾ ഏകദേശം പുതുപുലരികളിൽ പുതിയ ചരിത്രം പ്രകൃതി പകർന്നൊരു വിസ്മയം ഉത്സവത്തിന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ബഹുമാന്യനായ കേരള റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവർകളെ ആയിട്ടും ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ടും നമ്മുടെ ടീച്ചേഴ്സും പാരന്റ്സും മാറട്ടെ എന്നും കൂടെ ആശംസിച്ചു. എല്ലാ വർഷവും നമ്മുടെ സ്കൂളിലോട്ട് വരുന്ന നല്ലൊരു മഴ വന്നു. ഇപ്പം ടീച്ചേഴ്സിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഈ അവസരത്തിൽ നിർവഹിക്കുന്നതാണ് യൂണിഫോം വിതരണത്തിനായി ബഹുമാന്യനായ മന്ത്രിയെ ക്ഷണിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KR രവി അവരെ ക്ഷണിക്കുന്നു. പ്രവേശനോത്സവ സമ്മാന കിറ്റ് ഏറ്റുവാങ്ങാൻ പുതുവർഷത്തെ ഈ പുതുവിദ്യാഭ്യാസ വർഷത്തിൻ്റെ പ്രവേശനോത്സവം പുത്തൂരിലെ രക്ഷകർത്താക്കളും അധ്യാപകരും കുട്ടികളും പഞ്ചായത്തും എല്ലാം ചേർന്ന് വളരെ മനോഹരമായി നിർവഹിച്ചു എന്നും അതിൻ്റെ സംഘാടകരായിട്ടുള്ള മുഴുവൻ പേരെയും സംസ്ഥാന സർക്കാരിന് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നുവെന്നും ആദ്യമേ അറിയിക്കുന്നു.
ഉത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.